എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് മനോഹരമായ ഒരു കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എൻ മോഹനൻ്റെ ഒരു ചെറുകഥയാണ്. കഥ ഒന്നും പറയാതെ. നമുക്ക് കഥ കേൾക്കാം. ഫോണിലൂടെ കേട്ടത് സ്ത്രീ ശബ്ദമായിരുന്നു. അന്വേഷിച്ചത് മകൻ രവി അമേരിക്കയിൽ നിന്നെത്തിയോ എന്നും. ഒരാഴ്ച കൂടി കഴിഞ്ഞേ വരികയുള്ളൂ എന്നറിയിച്ചപ്പോൾ ലേശം നിരാശയോടെ ചോദിച്ചു, പാരീസിൽ ഒരാഴ്ച കൂടുതൽ നിൽക്കേണ്ടി വരുന്നു അല്ലേ? അവൻ്റെ കാര്യം തന്നേക്കാൾ അറിയുന്ന മട്ടിലായിരുന്നു അത്. അതെ, അവിടുത്തെ ജോലി തീർന്നിട്ടില്ല. ആരാണാവോ സംസാരിക്കുന്നത്? അപ്പോൾ സ്വയം പരിചയപ്പെടുത്തി. 5 വർഷമായി വാഷിങ്ടണിലാണ്. ജനിച്ചതും വളർന്നതും ന്യൂഡൽഹിയിൽ. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ അച്ഛനോടൊപ്പം നാടും പഠിപ്പും ജീവിതവും മാറി മാറി അങ്ങനെ. ഇപ്പോൾ വാഷിങ്ടണിലെ കാലവും കഴിയുന്നു. അടുത്ത സ്ഥലം മാറ്റത്തിന് മുമ്പുള്ള അവധിയിലാണ് അച്ഛൻ. കൂട്ടത്തിൽ നാട്ടിലെത്തിയിരിക്കുന്നു. അങ്കിളിൻ്റെ മകൻ രവിയെ വാഷിങ്ടണിൽ ചെന്നതു മുതൽ അറിയും. സ്നേഹിതനാണ്. അവിടെ വന്ന് അങ്കിളിനെ കാണണമെന്നും സംസാരിക്കണമെന്നുമുണ്ട്. അയാൾക്ക് അത്ഭുതമായി. എന്നെയോ? ഇവിടെ വന്നോ? അതെ, അങ്കിളിനെ അവിടെ വന്ന് കാണാം. എന്താ, അസൗകര്യം എന്തെങ്കിലും? തനിക്ക് എന്തസൗകര്യം എന്നല്ല, സന്തോഷം തന്നെയായിരുന്നു. മകനെയോ കണ്ടിട്ട് 5-6 വർഷം കഴിഞ്ഞു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരിൽ ആരെയെങ്കിലും കാണുന്നതും അവൻ്റെ വിവരങ്ങളും വിശേഷങ്ങളും നേരിൽ അറിയുന്നതും എപ്പോഴും എന്തുകൊണ്ടും സന്തോഷം തന്നെ. അവനാണെങ്കിൽ വയസ്സ് 28 ആയെങ്കിലും വിവാഹ ആലോചനകൾക്കൊന്നും വഴങ്ങാതെ വഴുതി മാറി കളിച്ച് നടക്കുകയാണ്. അവിടെ ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടൻ പറയും, എൻ്റെ അച്ഛനുള്ളപ്പോൾ ആ അച്ഛനെ അറിയാതെയോ? സംഗതി ശരിയാണെന്ന് വിശ്വസിച്ച് സന്തോഷിച്ചിരിക്കുകയാണല്ലോ സുഖം. നല്ല മകൻ, അനുസരണയുള്ളവൻ, സ്നേഹമുള്ളവൻ, അച്ഛനുമായി ഒരു സുഹൃത്തിനോടെന്ന പോലെ സ്വതന്ത്രമായി തുറന്നു പെരുമാറുന്നവൻ, മിടുക്കൻ. മകനെ അവിശ്വസിക്കാത്തവർക്കും ആ സംതൃപ്തി വിലയുറ്റ ഒരനുഭൂതി തന്നെയാണ്. അതുകൊണ്ട് ആഹ്ലാദപൂർവ്വം പറഞ്ഞു, വരൂ, എപ്പോൾ വേണമെങ്കിലും വന്നോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇംഗ്ലീഷിലായിരുന്നു സംഭാഷണം. തനി പാശ്ചാത്യവും. അതുകൊണ്ട് മലയാളിയാണെന്നൊട്ടും കരുതിയില്ല. സ്ഥലവും പേരും ഒക്കെ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടാകണം. അപ്പോഴത്തെ പരിഭ്രമത്തിൽ ശ്രദ്ധയിൽ നിന്നില്ല. വീണ്ടും ചോദിക്കുന്നത് അപമര്യാദയാകുമോ എന്ന് ഭയന്ന് ചോദിച്ചുമില്ല. ഏതായാലും വരുന്നു എന്നല്ലേ പറഞ്ഞത്, അപ്പോഴറിയാം. വന്നപ്പോൾ ആദ്യമൊന്ന് അമ്പരന്നു. അല്പം അത്ഭുതവും ഉണ്ടായി. നല്ല മലയാളി വേഷം. നെറ്റിയിൽ ഏതോ അമ്പലത്തിലെ പ്രസാദം കൊണ്ടുള്ള ചന്ദനക്കുറി. 25 താഴെ മാത്രം പ്രായമുള്ള വെളുത്തു തുടുത്ത ഒരു കൊച്ചു പെണ്ണ്. കാറിൽ ഡ്രൈവറല്ലാതെ വേറെ ആരുമില്ല. രാവിലെ 10 മണി കഴിഞ്ഞ സമയമായിരുന്നു. പത്രം വായിച്ച് പുറന്തളത്തിൽ ഇരിക്കവെയാണ് പടിക്കൽ കാറു വന്ന് നിന്നതും ഡോർ തുറന്ന് ആ പെൺകുട്ടി ഇറങ്ങി വന്നതും. മലർക്കെ ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വന്ന് മലയാളത്തിൽ തന്നെ ചോദിച്ചു, അങ്കിളിന് എന്നെ മനസ്സിലായില്ല അല്ലേ? ഞാൻ സുപ്രിയ. കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തിരുന്നില്ലേ? രവിയുടെ ഫ്രണ്ട്, വാഷിങ്ടണിൽ നിന്ന്. ഫോൺ ചെയ്ത കുട്ടി ഇതായിരുന്നു എന്ന് വിചാരിക്കുവാൻ ഒരു കാരണവും ഉണ്ടായിരുന്നില്ലല്ലോ. ഒന്നാമത് വേഷം, രണ്ടാമത് ഭാഷ, പിന്നെ രവി ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് താൻ അറിയിച്ചിരുന്നതുമാണല്ലോ. രവി വന്നിട്ടേ വരുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ മകളോട് ഇന്ന് അവധിയെടുത്ത് ഇവിടെ നിൽക്കാൻ പറയാമായിരുന്നു. അയാൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവൾ മറ്റൊരു കസേര വലിച്ചെടുത്തു. അങ്കിൾ അവിടെ ഇരിക്കൂ, ഞാനിതാ ഇരുന്നോളാം. അയാളോട് ചേർന്ന് അടുത്ത് തന്നെ കസേരയിട്ടിരിക്കുകയും ചെയ്തു. പിന്നെ പറഞ്ഞു, വിജയചേച്ചിയും രാജേട്ടനും ഓഫീസിലും കുട്ടികൾ സ്കൂളിലും പോകുന്നതിന് മുമ്പ് വരണമെന്ന് വിചാരിച്ചതാ. എന്താ ചെയ്യുക, വഴിയിലൊരു പാലം നന്നാക്കാമെന്നും പറഞ്ഞ് വണ്ടി വിടില്ല അത്രേ. പിന്നെ 10-40 കിലോമീറ്റർ ചുറ്റി വഴിയിൽ കണ്ടവരോടൊക്കെ ചോദിച്ചും പറഞ്ഞുമാ ഇവിടെ എത്തിയത്. അയാൾക്ക് അത്ഭുതമായി. വിജയലക്ഷ്മിയും രാജനെയും ഒക്കെ എങ്ങനെ അറിയും? രവിയുടെ ചേച്ചിയും ഭർത്താവുമല്ലേ. ആൻറ്റി മരിച്ച ശേഷം അങ്കിളിൻ്റെ കൂടെ താമസിക്കുന്നതും നോക്കുന്നതുമൊക്കെ അവരല്ലേ. അവരെപ്പറ്റി അറിയാം, കുട്ടികളെപ്പറ്റിയും അറിയാം. കുട്ടി വാഷിങ്ടണിൽ രവിയുടെ ഒപ്പം ഉണ്ടായിരുന്നത് മനസ്സിലായി. അച്ഛന് അവിടെ ഇന്ത്യൻ എംബസിയിൽ ജോലി, അതും മനസ്സിലായി. പക്ഷേ ഇപ്പോൾ അവിടെ ഇന്ത്യൻ എംബസിയിൽ ജോലി, അതും മനസ്സിലായി. പക്ഷേ ഇപ്പോൾ ഇവിടെ എവിടെ നിന്ന് രാവിലെ പുറപ്പെട്ടതെന്ന് പറയുകയുണ്ടായോ? ഓർമ്മ നിൽക്കണില്ല കേട്ടോ. ഇപ്പോൾ അവൾക്കായിരുന്നു അത്ഭുതം. അങ്കിളിന് ഇനിയും എന്നെ മനസ്സിലായില്ല എന്നോ? സുപ്രിയ, ഞാൻ നാട്ടിൽ എവിടെ നിന്ന് വരാനാ? എൻ്റെ വീട്ടിൽ നിന്ന്, അല്ലാതെ എവിടെ നിന്നാ? അയാൾക്ക് വിഷമമായി.
അറിയുകയുമില്ല, അതൊട്ട് നടിക്കാനും വയ്യ. അയാളുടെ വിഷമം മനസ്സിലാക്കിയിട്ടാവാം അവൾ പറഞ്ഞു, എൻ്റെ വീട് കരിയിലക്കാട്ട്. ഞാൻ KMK മേനോൻ്റെ 4ാമത്തെ മകൾ. ഞങ്ങൾ വാഷിങ്ടണിൽ നിന്ന് നാട്ടിലെത്തിയിട്ട് 2 ആഴ്ചയായി. അങ്കിളിനോട് രവി എല്ലാം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കരിയിലക്കാട് അയാൾക്കറിയുന്ന സ്ഥലമായിരുന്നു. ഒരു വലിയ അമ്പലത്തിന് ചുറ്റുമുള്ള ഒരു ചെറിയ പട്ടണം. പണ്ട് അച്ഛന് അവിടെ ജോലിയായിരുന്നപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദുരന്തമുണ്ടായി. ആ കറുത്ത ഓർമ്മയുടെ കരിയിലകൾ പാറിപ്പറക്കുന്ന നാട്. പക്ഷേ അവിടുത്തെ ഈ KMK മേനോൻ, അതും ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഇല്ല, അറിയില്ല, ഒട്ടും ഓർമ്മ വരുന്നില്ല. നിസ്സഹായനായി ചോദിച്ചു. രവി പറഞ്ഞിട്ടുണ്ടെന്നോ എല്ലാം? എല്ലാമെന്ന് വെച്ചാൽ? നിഷ്കളങ്കമായ മറുപടിയായിരുന്നു. എന്നെപ്പറ്റി എല്ലാം. സങ്കീർണത വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. കുട്ടിയെപ്പറ്റി എല്ലാം എന്നോട് പറയുന്നത് എന്തിനാ? അങ്കിളിനോടല്ലാതെ പിന്നെ ആരോടാ പറയേണ്ടത് എൻ്റെ കാര്യം? രവിയുടെ അച്ഛനല്ലേ. നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് എല്ലാം തീരുമാനിക്കേണ്ട ആളും അച്ഛനല്ലേ. എല്ലാം പറഞ്ഞൂന്നും അച്ഛന് പക്ഷേ അല്പസ്വല്പം സംശയങ്ങളും എതിർപ്പുകളും ഉണ്ടെന്നുമൊക്കെ രവി പറഞ്ഞല്ലോ. ഇപ്പോൾ അയാൾ ഞെട്ടുക തന്നെ ചെയ്തു. സംശയവും എതിർപ്പും എന്തിന്? അവൾക്കിനി ഒന്നും ബാക്കി വയ്ക്കുവാനുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വിവാഹത്തിന് കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ അടുപ്പത്തിലാണ് അങ്കിൾ. ഇനിയിപ്പോൾ ജാതകമെന്നൊന്നും പറയണ്ട അങ്കിളെ. അതൊക്കെ നോക്കിയിട്ട് ചേർന്നില്ലെങ്കിൽ പിന്നെ മനസ്സിൽ വല്ലാത്ത വിഷമമാകും. അച്ഛൻ ലേശം യാഥാസ്ഥിതികനാണെന്നും ജാതകം നോക്കിയേ പറ്റൂന്നും നിർബന്ധമാണെന്നും ഒക്കെ രവി പറഞ്ഞല്ലോ. ഇപ്പോൾ ചിത്രം കുറേശ്ശെ വ്യക്തമായി. അവൻ ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കുകയോ താൻ എന്തെങ്കിലും പറയുകയോ ഉണ്ടായിട്ടില്ലല്ലോ ഒരിക്കലും. അപ്പോൾ പിന്നെ എന്താണ്? പഴയ രീതിയിലുള്ള വെറുമൊരു സാധാരണ ചതി, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ അവസരവാദപരമായ ആപേക്ഷികതകളിൽ പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും വഞ്ചിക്കുവാൻ ഉപയോഗിക്കാറുള്ള സ്വഭാവപരവും പരമ്പരാഗത ശൈലിയിലുള്ളതുമായ ചതികളിലൊന്ന്. പരിഷ്കാരത്തിൻ്റെ അമേരിക്കൻ സ്പർശം ലേശം പോലുമില്ലാത്ത തനി നാടൻ ചതി. പക്ഷെ തൻ്റെ മകൻ എങ്ങനെ അതിന് ധൈര്യം വന്നു? അച്ഛനെ തന്നെ കരുവാക്കാനും അവന് എങ്ങനെ കഴിഞ്ഞു? അച്ഛൻ്റെ സ്വന്തം കഥ അറിയുന്നവരാണല്ലോ അവൻ. ഇതേമാതിരി ഒരു സാഹചര്യത്തിൽ അച്ഛൻ അനുഭവിച്ച മാനസിക വേദനകളും ആത്മസംഘർഷങ്ങളും എന്തായിരുന്നുവെന്ന് അച്ഛൻ്റെ നാവിൽ നിന്ന് തന്നെ അവൻ കേട്ടിരുന്നുവല്ലോ. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനോട് എന്ന പോലെ അച്ഛൻ എല്ലാം ഏങ്ങലുകളോടുകൂടി പറയുകയുണ്ടായിട്ടുണ്ടല്ലോ. അസ്വസ്ഥത മാത്രമല്ല, നീരസവും നിറഞ്ഞുമുറ്റി. എങ്കിലും പൂർണ്ണ ചിത്രം കിട്ടിക്കഴിഞ്ഞിരുന്നില്ല. അതിനു മുമ്പ് ഒരു തീരുമാനത്തിലും എത്തുക വയ്യ. ഒരുപക്ഷെ മകന് അവൻ്റേതായ കാരണം ഉണ്ടായിന്നും വരാം. അവൻ്റെ വശം, അവൻ്റെ ഭാഗം, അതും അറിയേണ്ടതുണ്ടല്ലോ. അവളെ വിശ്വസിപ്പിക്കുവാനും ആശ്വസിപ്പിക്കുവാനുമുള്ള മനഃപൂർവ്വമായ യത്നത്തോടെയും മകനെ സംരക്ഷിക്കുവാനുള്ള ജാഗ്രതയോടെയും കള്ളം പറഞ്ഞു. മോളെ, ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ തോന്നുന്നു ഇതൊക്കെ മോള് പറയുന്നത് പോലെയാണ് വേണ്ടതെന്ന്. നിങ്ങൾ 2 ആൾക്കും എങ്ങനെ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെയാകാം. രവി വരട്ടെ, വന്നിട്ട് നമുക്ക് ആലോചിച്ച് വേണ്ടത് ചെയ്യാം. പൊടുന്നനെ ഇരുന്ന കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുന്നോട്ടാഞ്ഞ് അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. ഞാൻ അന്നേ രവിയോട് പറഞ്ഞതാണ്, ഞാൻ വന്നു പറഞ്ഞാൽ അപ്പോൾ അങ്കിൾ സമ്മതിക്കുമെന്ന്. പക്ഷേ രവി സമ്മതിക്കേണ്ടേ? വേണ്ടാന്നൊരേ വാശി. കൂടുതൽ കുഴപ്പമാകുമത്രേ. ഒരിക്കലും ഫോൺ ചെയ്യാനോ വന്നു കാണാനോ പാടില്ല എന്നാണ് രവി ചട്ടം കെട്ടിയിട്ടുള്ളത്. രവി വന്നിട്ട് അച്ഛൻ അറിയാതെ എന്നെ വിളിച്ചോളാന്നും ആണ് കരാറ്. ഞാൻ ഫോൺ ചെയ്ത കാര്യവും വന്ന കാര്യവും അങ്കിൾ രവിയോട് പറയല്ലേ. പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് ഉണർന്നുകൊണ്ട് അയാൾ പറഞ്ഞു, സുപ്രിയ വരൂ, ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, വരൂ, വന്ന് ചായ ഉണ്ടാക്കൂ. ആ സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ചിരുന്നത് പോലെ, പറയാൻ കാത്തിരുന്നത് പോലെ അവൾ പിന്നാലെ ചെന്നു. നടക്കുമ്പോൾ പറഞ്ഞു, അങ്കിൾ അടുക്കളയിൽ വെറുതെ നിന്നാൽ മതി, എല്ലാം ഞാൻ തന്നെത്താൻ കണ്ടുപിടിച്ചെടുത്ത് ചായ ഉണ്ടാക്കാം. നിത്യവും പെരുമാറുന്ന ഒരടുക്കളയിൽ മിടുമിടുക്കിയായ ഒരു വീട്ടമ്മ കാട്ടുന്ന വൈഭവത്തോടെ അവൾ എല്ലാം കണ്ടെടുത്ത് ചായ ഉണ്ടാക്കി. പഞ്ചസാര ചേർക്കാൻ ഭാവിക്കവേ അയാൾ പറഞ്ഞു, ഒന്നിൽ പഞ്ചസാര വേണ്ട. മധുരമില്ലാത്ത ചായ അയാൾക്ക് നീട്ടവേ അവൾ പറഞ്ഞു, എന്തിനാ പഞ്ചസാര? യു ആർ യുവർ സെൽഫ് സോ സ്വീറ്റ്. അയാൾക്ക് അവളെ ചേർത്ത് പിടിച്ച് ശിരസിലെ മംഗല്യരേഖയിൽ തന്നെ ഉമ്മ വയ്ക്കണമെന്ന് തോന്നി. എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന് ഏതു വഴിയിലൂടെ നീ ഇവിടെ ഈ ഏകാംഗിയുടെ ദത്തുപുത്രിയായി എത്തി. മനസ്സിനകത്തെ മംഗല്യപലകയിൽ മകനോടൊപ്പം തന്നെ നീ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ മടങ്ങിപ്പോകുവാൻ തുടങ്ങുമ്പോൾ അയാൾ നിർബന്ധിച്ചു,
വിജയലക്ഷ്മി വന്നിട്ട് മതി കുട്ടി, ഞാനിതാ ഇപ്പോൾ ഫോൺ ചെയ്യാം. അവളുടെ വൈമനസ്യം വ്യക്തമായിരുന്നു. അച്ഛനും അമ്മയും കൂടി ഗുരുവായൂർക്ക് പോയിരിക്കുകയാണ് അങ്കിൾ. ആ സമയം നോക്കിയ ടാക്സി എടുത്ത് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അവർ തിരിച്ചെത്തുന്നതിന് മുമ്പേ അങ്ങെത്തണം. അയാൾക്ക് അത്ഭുതമുണ്ടായി. വാഷിങ്ടണിൽ തന്നെ ആയിട്ടും അവർക്ക് ഈ ബന്ധം അറിയില്ല എന്നോ? അവൾ വിശദീകരിച്ചു. എനിക്കങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടെന്നല്ലാതെ കൂടുതലൊന്നും അവർക്കറിയില്ല. പേരറിയും, ഒരുപക്ഷെ 1-2 പ്രാവശ്യം ഒന്നിച്ച് കണ്ടിട്ടുണ്ടാവും, അത്രമാത്രം. ഇവിടെ അങ്കിൾ സമ്മതിച്ചിട്ടേ അവരോട് പറയേണ്ടു എന്നാണ് രവി പറഞ്ഞത്. അവർക്ക് ഒരു എതിരുമുണ്ടാവില്ല എന്ന് മാത്രമല്ല, ഇഷ്ടവുമാവും. പക്ഷേ പറയാൻ രവി സമ്മതിച്ചിട്ട് വേണ്ടേ? ഇനിയിപ്പോൾ രവി വന്നിട്ട് നമുക്കെല്ലാവർക്കും കൂടി ഒരു ദിവസം ഒന്നിച്ചു കൂടാം. രവി വന്നിട്ട് അങ്കിൾ എന്നെ വിളിക്കില്ലേ? അയാൾ അല്പനേരം ആലോചിച്ച് നിന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞു. രവി വരട്ടെ, സംസാരിക്കട്ടെ, എന്നിട്ട് സുപ്രിയയെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരാൻ പറയാം. എന്താ? സന്തോഷത്തോടെ കൈവീശി അവൾ പോകുന്നത് അയാൾ നോക്കി നിന്നു. അന്ന് മുഴുവൻ അയാൾ അസ്വസ്ഥനായിരുന്നു. സ്വന്തം മകൻ്റെ സ്വഭാവശുദ്ധിയെ സംശയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഒരച്ഛനും സുഖകരമല്ല. ഇവനെന്തു പറ്റി? ഈ പെൺകുട്ടിയെ സ്നേഹിച്ചുകൊണ്ട് ഒരു കുറ്റവും കണ്ടെത്തുവാൻ വയ്യ. നല്ല കുട്ടി, നല്ല മുഖശ്രീ, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവവും എന്നുകൂടി പറയുവാനുള്ള അടുപ്പവും അറിവും ഇല്ലെങ്കിലും അതുണ്ടാവാതിരിക്കില്ലെന്ന നല്ല സൂചന തന്നെ നൽകുന്ന സാഹചര്യങ്ങൾ. ഇവളോട് പിന്നെ എന്തിനവൻ ഈ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു? അച്ഛന് സംശയവും എതിർക്കും. ജാതകം നോക്കണമെന്ന് നിർബന്ധം. ഒരിക്കലും എന്തെങ്കിലും ഒരു സൂചന പോലും വാക്കിലോ എഴുത്തിലോ നൽകിയിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കപട നാടകം? എന്തിന് പ്രേമം അഭിനയിച്ച് 4-5 വർഷം ഈ പെണ്ണിനെ ചുറ്റിക്കണം? പെൺകുട്ടികളെ പറഞ്ഞു പറ്റിച്ച് വഴിതെറ്റിക്കുന്ന ദുസ്വഭാവക്കാരനാണ് മകനെന്നോ? പലരിൽ ഒന്നു മാത്രമാകാം ഇതെന്നോ? ഒടുവിൽ പഴുതുകളൊന്നുമില്ലാതെ തൻ്റെ തലയിൽ തന്നെ അടിഞ്ഞു വീഴും എന്നുറപ്പായപ്പോൾ അവസാനത്തെ രക്ഷാമാർഗമായി അച്ഛൻ്റെ സമ്മതകാര്യം എടുത്തുപയോഗിക്കുക എന്ന തന്ത്രം നടത്തി നോക്കുകയാണോ? വയ്യ, അതൊന്നും വിശ്വസിക്കുവാൻ വയ്യ. അങ്ങനെയൊന്നും അവൻ്റെ പാരമ്പര്യത്തിലോ വളർച്ചയിലോ സാഹചര്യത്തിലോ ഇല്ല. തൻ്റെ മകൻ അങ്ങനെയാകില്ല. ഒരു ദുസൂചനയും ഒരു കാലത്തും അവൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്നോ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നോ സംഭാഷണങ്ങളിൽ നിന്നോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നോ കിട്ടിയിട്ടില്ല. അഭിമാനവും സംസ്കാരപൂർണവുമായ പെരുമാറ്റവും വാക്കുകളുമല്ലാതെ മറ്റൊന്നും ഒരിക്കലും അവനിൽ നിന്നോ അവനെപ്പറ്റിയോ കേട്ടിട്ടില്ല. വല്ലാത്തൊരു കടങ്കഥ തന്നെ. അപ്രതീക്ഷിതമായി 2 ദിവസത്തിനകം തന്നെ മകനെത്തി. പാരീസിലെ ജോലിയും കോൺഫറൻസും നേരത്തെ തീർന്നുവത്രേ. ഇനി 1.5 മാസം കഴിഞ്ഞ് തിരിച്ചു പോയാൽ മതി. അവധി വന്നപ്പോൾ തന്നെ പിടികൂടി വിസ്തരിക്കണമെന്നുണ്ടായിരുന്നു. നിൻ്റെ അച്ഛന് ചില സംശയങ്ങൾ, പ്രത്യേകിച്ചും നിൻ്റെ ജാതകവശാലുള്ള കാര്യങ്ങളെപ്പറ്റി. പിന്നെ വിചാരിച്ചു വേണ്ട, പതുക്കെ മതി, ഇങ്ങോട്ട് തന്നെ എന്തെങ്കിലും പറയുമോ എന്ന് കാക്കാം. ഇല്ല, ഒന്നും ഉണ്ടായില്ല. പതിവ് ഉത്സാഹത്തിൽ, പതിവ് സമ്പ്രദായത്തിൽ, പതിവ് ലഹളയുമായി, എല്ലാം പഴയ അതേ ശൈലിയിൽ. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് ഞാൻ പഴയ അതേ ഞാൻ കൊണ്ടുവന്ന സമ്മാന വസ്തുക്കളുടെ വിതരണം, ബന്ധുജന സന്ദർശനം, കൂട്ടുകാരുമൊത്തുള്ള മേളങ്ങൾ, ഒന്നിലും ഒരു വ്യത്യാസവും കണ്ടില്ല. പഴയ അതേ രവി, കൗമാരം മാറാത്ത പഴയ മകൻ. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. ഇവനെന്താണ് ഒന്നുമില്ലാത്ത മട്ടിൽ, ഒരു കൂസലുമില്ലാതെ? 4-ാം ദിവസം രാവിലെ വിജയയും രാജനും ഓഫീസിലും കുട്ടികൾ സ്കൂളിലും പോയി കഴിഞ്ഞപ്പോൾ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയം നോക്കി അവൻ അടുത്ത് വന്ന് പരുങ്ങുന്നത് കണ്ടു. അവൻ ചോദിച്ചു, സുപ്രിയ ഇവിടെ വന്നിരുന്നു ഇല്ലേ അച്ഛാ? പത്രവാർത്തയിൽ ശ്രദ്ധിച്ചിരുന്നതിനാൽ ശരിക്കും കേട്ടില്ല എന്ന മട്ടിൽ പത്രം കൺമുന്നിൽ നിന്ന് മാറ്റി കണ്ണടച്ചട്ടയ്ക്ക് മുകളിലൂടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്താ പറഞ്ഞേ? മകൻ ആവർത്തിച്ചു. സുപ്രിയ വന്നിരുന്നു അല്ലേ? ആര്? സുപ്രിയയോ? ഏത് സുപ്രിയ? ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ തുറന്നു പറഞ്ഞു. കരിയിലക്കാട്ടെ MR മേനോൻ്റെ മകൾ സുപ്രിയ. കിട്ടിയ അവസരം പാഴാക്കിയില്ല. എടാ, നിൻ്റെ അച്ഛനാണ് ഞാൻ, നിർദോഷം എന്ന് തോന്നിപ്പിക്കത്തക്ക സ്വരത്തിൽ ചോദിച്ചു. എന്തിനാ ആ കുട്ടി ഇവിടെ വരുന്നത്? മകൻ ആള് കടുകട്ടിയായി തന്നെ നിന്നു. ലേശം പോലും അമ്പരപ്പ് കണ്ടില്ല. അവരെ വാഷിങ്ടണിൽ വെച്ചേ അറിയും. മേനോൻ അവിടെ ഇന്ത്യൻ എംബസിയിലാണ്. അവർ അവധിക്ക് നാട്ടിലെത്തിയിട്ടുണ്ടപ്പോൾ. ഞാൻ വന്ന അന്ന് അവിടേക്ക് വിളിച്ചിരുന്നു. ഇനിയും ഒന്നും അറിയാത്തവൻ്റെ നിഷ്കളങ്ക ഭാവം പുലർത്തുവാൻ നന്നേ പാടുപെട്ടു. അപ്പോൾ പറഞ്ഞുവോ ഇവിടെ വന്നിരുന്നു എന്ന്? മകൻ ഒന്ന് പരിങ്ങി. പക്ഷേ പിന്നെ പറഞ്ഞു. ഇല്ല, പക്ഷേ അച്ഛനെ പോലെ നല്ലൊരു അച്ഛനില്ലെന്നും ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയത് മഹാഭാഗ്യമാണെന്നും ഒക്കെ അവൾ പറയുന്നത് കേട്ടപ്പോൾ തോന്നി ഒരുപക്ഷെ ഇവിടെ എങ്ങാൻ വന്നിട്ടുണ്ടാകുമെന്ന്. ചിരിച്ചുകൊണ്ട് അവനെ ചൊടിപ്പിക്കുവാനായി തന്നെ ചോദിച്ചു. അത് ശരിയല്ലേ? ആ കുട്ടി പറഞ്ഞത് സത്യമല്ലേ? നീ എന്തു പറഞ്ഞു? അവൻ്റെ മുഖം ചുവന്നതുപോലെ ഉണ്ടായിരുന്നു. മറുപടിക്കൽപ്പം വൈകുകയും ചെയ്തു.
അതെ, സംഗതി ശരിയാണ്, സത്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിവരം അവളുടെ അമ്മയോട് പോയി പറയുവാൻ. തള്ളയല്ലേ ആ സ്ത്രീയും, ഒന്നറിഞ്ഞിരിക്കട്ടെ എന്ന് കരുതി. ആൻഡ് ദെൻ ഐ ആസ്ക്ഡ് ഹെർ ടു ഗെറ്റ് ലോസ്റ്റ്, എവിടെയെങ്കിലും പോയി തുലയാൻ. എന്നിട്ട് ഫോണും കട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇങ്ങോട്ട് ഫോൺ ചെയ്യുകയോ വരികയോ പാടില്ലെന്ന്. പിന്നാലെ വിശദമായൊരു കത്തും അന്ന് തന്നെ എഴുതി അയച്ചിട്ടുണ്ട്. ഇനി ഉപദ്രവിക്കാൻ വരില്ല. തന്തയുടെ വാഷിങ്ടണിലെ ജോലിക്കാലം തീർന്നു കിട്ടട്ടെ എന്ന് വിചാരിച്ചു കാത്തിരിക്കുകയായിരുന്നു. ഇനി അങ്ങോട്ട് എത്തുകയുമില്ലല്ലോ. അച്ഛന് വല്ലാത്ത ദുഃഖം തോന്നി. എന്തൊരു വൃത്തികെട്ട പെരുമാറ്റമാണിവൻ്റെ. താൻ പാടുപെട്ട് വളർത്തി സംസ്കാര സമ്പന്നനാക്കി എന്ന് വിശ്വസിച്ചിരുന്ന ഈ മകൻ്റെ മനസ്സിലാക്കുവാനാകാത്ത നിഗൂഢതകൾ വല്ലതുമുണ്ടോ? വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ വല്ല വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്നോ? അവളുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെയൊന്നും തോന്നിയില്ല. ഇവന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനങ്ങോട്ടേക്ക് ഫോൺ ചെയ്യണം? എന്തായാലും ഇനി വച്ച് താമസിപ്പിക്കേണ്ടതില്ല, തുറന്നു തന്നെയാവാം എല്ലാം. പത്രം മടക്കി മേശപ്പുറത്ത് വെച്ചിട്ട് അയാൾ അവനെ തന്നെ നോക്കി. സൗമ്യവും മൃദുലവുമെങ്കിലും ഗൗരവത്തിൻ്റെ വടിവോടെയുള്ള സ്വരത്തിൽ വിളിച്ചു, രവി. ആ സംബോധനയിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് മകന് ഭൂതോദയം ഉണ്ടായിരിക്കണം. അവൻ അതേ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി വിളി കേട്ടു. എന്താ അച്ഛാ? കസേര ചൂണ്ടി പറഞ്ഞു, ഇവിടെ വന്നിരിക്കൂ, നിന്നോട് ലേശം സംസാരിക്കുവാനുണ്ട്. അമ്മ നിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു. ചേച്ചിയും ഞാനും കൂടി നിന്നെ വളർത്തിയത് ഓമനിച്ചിട്ടാണ്. പക്ഷേ അധിക ലാളനയിലല്ല. സ്വഭാവ രൂപീകരണത്തിലും പഠിപ്പിലും ഞങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നു. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയുവാനുള്ള കഴിവ് നിനക്കെന്നും ഉണ്ടെന്നായിരുന്നു ഞങ്ങളുടെ വിചാരം. മകന് ഉത്കണ്ഠയും വിചാരവുമായി. അതിനിപ്പോൾ എന്തുണ്ടായി അച്ഛാ? അച്ഛൻ നേർക്കുനേർ നേരിട്ട്. തെറ്റായി ഒന്നും ഉണ്ടായില്ലെന്ന് ഉറപ്പുണ്ട് നിനക്ക്? ഒരു നിമിഷം പോലും വൈകാതെ മകൻ പറഞ്ഞു, ഉവ്, ഉറപ്പുണ്ട്. അച്ഛന് സങ്കടവും ദേഷ്യവും നിരാശയും എല്ലാം കൂടി നിറഞ്ഞു വന്ന് ശ്വാസം മുട്ടി. മുഖത്ത് നോക്കി കള്ളം പറയുവാനുള്ള വൈഭവവും നേടിക്കഴിഞ്ഞിരിക്കുന്നു ഇല്ലേ? കഴിയുന്നത്ര സൗമ്യമായി വ്യക്തമായി പറഞ്ഞു. കരിയിലക്കാട്ടെ MRK മേനോൻ്റെ മകൾ സുപ്രിയ ഇവിടെ വന്നിരുന്നു. അവനിൽ ഒരു ഞെടുക്കം പ്രതീക്ഷിച്ചിരുന്നു. ഇല്ല, ഒന്നുമില്ല, ഒരു മാറ്റവുമില്ല. ബാക്കി കൂടി കേൾക്കുവാനുള്ള സാധാരണ ആകാംക്ഷ മാത്രം. ശരി, വന്നിരുന്നു. അച്ഛൻ്റെ സഹനശക്തി ഞെരുങ്ങി തിങ്ങി വിങ്ങുകയായിരുന്നു. അതിനെന്താ? ഒന്നുമില്ലേ? ആ കുട്ടി എന്തിനാ ഇവിടെ വരുന്നത്? എന്തിനാണെന്ന് നിനക്കറിയില്ലേ? അവൻ നിഷ്കളങ്കമായി കൈമലർത്തി. അച്ഛനല്ലേ അവളെ കണ്ടത്? അവൾ പറഞ്ഞതും അച്ഛനോടല്ലേ? അപ്പോൾ പിന്നെ എന്തിനാണെന്ന് അച്ഛൻ പറയാതെ ഞാനെങ്ങനെ അറിയും? തന്നെ പരീക്ഷിക്കുന്നതിലുള്ള വെറുപ്പും അവൻ്റെ പ്രവൃത്തിയിലുള്ള അറപ്പും വല്ലപ്പോഴും ഒരിക്കൽ മാത്രം കാണുന്ന മകൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കാതിരിക്കുവാൻ വിഷമിക്കുകയായിരുന്നു അച്ഛൻ. എന്താണ് അവൾക്ക് പറയുവാനുള്ളതെന്ന് നിനക്കറിയാം, തീർച്ച. പക്ഷേ ഞാൻ തന്നെ പറഞ്ഞു തരണമെന്നാണല്ലോ നീ പറയുന്നത്. ശരി, പറയാം. കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. പരസ്പരം സ്നേഹത്തിലാണ്. വിവാഹകാര്യവും സംസാരിച്ചിരിക്കുന്നു. പക്ഷേ നാട്ടിലെ യാഥാസ്ഥിതികനും പിന്തിരിപ്പനും ഭീകരനുമായ അച്ഛൻ സംശയങ്ങളും എതിർപ്പുകളും ജാതക പ്രശ്നങ്ങളുമായി ഇടങ്കോലിടുന്നു. അത് കാരണം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. എന്താ, ശരിയല്ലേ? മകൻ ഇപ്പോൾ നോക്കിയിരുന്നത് അച്ഛൻ്റെ മുഖത്തേക്കല്ല, അകലെ എവിടേക്കോ ആണ്. പക്ഷേ റൊക്കം മറുപടി കൊടുത്തു. മുഴുവൻ ശരിയല്ല. പരസ്പരം സ്നേഹം എന്ന് പറഞ്ഞത് തന്നെ തെറ്റി. എനിക്ക് അങ്ങോട്ടേക്ക് സ്നേഹമില്ല, ഉള്ളത് അഭിനയം മാത്രം. പിന്നെ അച്ഛൻ്റെ എതിർപ്പിനെയും ജാതകത്തെപ്പറ്റിയും പറഞ്ഞത് കാര്യസാധ്യതയ്ക്കുള്ള സൗകര്യത്തിനു വേണ്ടി പറഞ്ഞ ഒരു താൽക്കാലിക നുണ. ആ വിവാഹാലോചന തൻ്റെ മോളും ഒന്ന് സ്ഥലം കാലിയാക്കി മാറിപ്പോകുന്നതുവരെ നീട്ടിവെക്കാനുള്ള ഒരു കുറുക്കുവഴി. സഹിക്കാവുന്നതിൻ്റെ എല്ലാ സീമകളെയും അതിലംഘിച്ചിരിക്കുകയാണല്ലോ. മനുഷ്യബന്ധങ്ങളുടെയും വികാരങ്ങളുടെയും മൂലപ്രാണനെ സ്പർശിക്കുന്ന അതീവ ലോലവും ഒരളവുമായ ഇന്ദ്രിയവാസനകളിലാണല്ലോ ഇവൻ്റെ ഈ ചവിട്ട് നാടകം. അച്ഛൻ്റെ ധാർമ്മിക രോഷം മുഴുവൻ ചിറപൊട്ടി ഒഴുകി. രവി, ഒരു പാവം പെണ്ണിനെ പറഞ്ഞു പറ്റിക്കുന്നതാണോ നിൻ്റെ കാര്യസാധ്യത? വെറും ഒരു കുറുക്കുവഴിയും നുണുങ്ങുവിദ്യയും അഭിനയവും മാത്രമാണോ നിനക്ക് സ്നേഹവും? ഏത് പാരമ്പര്യത്തിൽ നിന്ന് നിനക്കിത് കിട്ടി? ആരുടെ മാതൃക കിട്ടി? സ്വന്തം അച്ഛൻ പണ്ട് അനുഭവിച്ച മനോവേദനയെപ്പറ്റി നീ കേട്ടിട്ടില്ലേ? അത് മകനോട് കരഞ്ഞു പറഞ്ഞ അച്ഛനെ ഓർമ്മയില്ലേ? അച്ഛൻ്റെ മുഖത്ത് നോക്കാതെ തന്നെയാണ് അവൻ ഇപ്പോഴും പറഞ്ഞത്. പെണ്ണിനെയും ആണിനെയും എന്നല്ല, ആരെയും എന്തിനേയും പറ്റിക്കുന്നത് വലിയ കാര്യസാധ്യതയൊന്നുമല്ല, തെറ്റുമാണ്. സ്നേഹം ഒരിക്കലും അഭിനയം ആകാനും പാടില്ല. അത് നുണുങ്ങുവിദ്യയും കുറുക്കുവഴിയും ആകുന്നതും ശരിയല്ല. പക്ഷേ എല്ലാ കാലത്തും എല്ലാവർക്കും ഇതൊക്കെ ബാധകമായിരിക്കണമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഏത് പാരമ്പര്യത്തിൽ നിന്നാണിത് കിട്ടിയതെന്ന് അച്ഛൻ ചോദിച്ചില്ലേ? ഇല്ല, എൻ്റെ പാരമ്പര്യത്തിൽ അതില്ല. അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകളും ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അച്ഛൻ ചോദിച്ച മാതൃക എൻ്റെ മുന്നിലുണ്ടായിരുന്നു. അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, സുപ്രിയയുടെ അമ്മ.
അച്ഛൻ അന്ന് അനുഭവിച്ച മനോവേദനയെപ്പറ്റിയും ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിൽ മനഃപൂർവ്വം ചെന്നുപെട്ടതും. അച്ഛനൊന്നും മനസ്സിലായില്ല. മനഃപൂർവ്വം ചെന്നുപെട്ടതും എന്നുവച്ചാൽ വേണമെന്ന് വെച്ച് വഞ്ചിക്കുവാൻ കരുതിക്കുട്ടി? എന്താണ് നീ പറഞ്ഞു വരുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. മകൻ്റെ വാക്കുകളിൽ തീയും പുകയും ഉണ്ടായിരുന്നു. പറയാം. സുപ്രിയയുടെ അമ്മയുടെ പേര് വത്സല. അച്ഛൻ്റെ പഴയകാല സതീർത്ഥ്യ മിസ് വത്സല മേനോൻ. കരിയിലക്കാട്ടുകാരി. അടുത്ത നഗരത്തിലെ കോളേജിൽ അച്ഛനോടൊപ്പം പഠിച്ചിരുന്നവൾ. സ്നേഹത്തെപ്പറ്റി പറഞ്ഞിരുന്നവൾ. വിവാഹത്തെപ്പറ്റി സംസാരിച്ചിരുന്നവൾ. ഒടുവിൽ അതിമനോഹരമായി അതീവ വിദഗ്ധമായി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് പണത്തിൻ്റെയും പദവിയുടെയും ഔന്നത്യങ്ങളിലേക്ക് കടന്നു കയറിപ്പോയവൾ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെറുമൊരു സാധാരണ കൃത്യം. പകരത്തിന് പകരം. അച്ഛനോട് അമ്മ എന്നതിന് പകരം മകളോട് മകൻ എന്ന് മാത്രം വ്യത്യാസം. ഈശ്വര, ഇവൻ എന്ത് വിചാരിച്ചാണ് ഈ തുടക്കം? അറിയാതെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുപോയി. നിറകണ്ണുകളോട് അങ്ങനെ നൊന്തിരിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ കാനനാന്തരങ്ങളിൽ എവിടെയോ നിന്ന് തുള്ളിത്തുളുമ്പി കുതിച്ചൊരു പെൺകുട്ടി വന്ന് അയാളെ കെട്ടിപ്പിടിച്ചതുപോലെ, ആർക്കുന്നതുപോലെ. ആ കണ്ണുകൾക്കുള്ളിലെ നീലിമയിൽ ഭൂതകാലത്തിൻ്റെ നിഴലുകൾ, പഴയ നൊമ്പരത്തിൻ്റെ സ്പന്ദനങ്ങൾ. മകൻ്റെ ശബ്ദം വീണ്ടും കേട്ടു. അച്ഛനെപ്പോലെ ഇത്രയും നല്ലൊരു അച്ഛനില്ലെന്നും ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചെന്ന് സ്വന്തം അമ്മയോട് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുവാൻ. തള്ളയല്ലേ, ആ സ്ത്രീയും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ എന്ന് തോന്നി. പിന്നെ അതിനുശേഷം എവിടേക്കെങ്കിലും പോയി തുലഞ്ഞോളാനും പറഞ്ഞു. ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് വെറും ഒരു സാധാരണ കൃത്യം. പകരത്തിന് പകരം. അമ്മ വത്സല ചെയ്ത പകരത്തിന് മകൾ സുപ്രിയയ്ക്ക് കിട്ടുന്ന പകരം. കവിളുകളിലൂടെ ഒഴുകുന്ന കണ്ണീരോടെ തരിച്ചിരിക്കുന്ന അച്ഛനെ കണ്ട് മകൻ ഞെട്ടി. അവൻ അച്ഛനെ കുലുക്കി വിളിച്ചു. സ്വന്തം കുപ്പായത്തിൻ്റെ തുമ്പുകൊണ്ട് കണ്ണുകളും കവിളുകളും ഒപ്പി. അച്ഛൻ്റെ കണ്ണുകൾ പിന്നെയും വഴിഞ്ഞൊഴുകുകയായിരുന്നു. മകൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ദയനീയമായി വിളിച്ചു, അച്ഛാ. ഒടുവിൽ, നൂറ്റാണ്ടുകളുടെ ഒടുവിലെന്നോണം അച്ഛൻ ഉണർന്നു. കണ്ണുകൾ സ്വയം തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, ദേവി, നീ പോയി സുപ്രിയയെ വിളിച്ചു കൊണ്ടുവരൂ. എനിക്ക് അവളെ മകളായി കൊണ്ടുതരൂ. ഒന്നും മനസ്സിലാക്കുവാനാകാതെ സ്തബ്ധചിത്തനായി നിന്ന അവനോട് വീണ്ടും പറഞ്ഞു, പകരത്തിനു പകരം സ്നേഹം മാത്രം മതി എന്നും എക്കാലത്തും. പക വേണ്ട. അച്ഛന് ഭ്രാന്താണോ? അച്ഛന് മനസ്സിലായില്ലേ? സുപ്രിയ ആ പഴയ വത്സലയുടെ മകളാണ്. അമ്മ അച്ഛന് നൽകിയ ഉപകാരത്തിന് മകൾക്ക് തന്നെയല്ലേ പ്രത്യുപകാരം നൽകേണ്ടത്? പറയൂ. അമേരിക്കയിൽ വച്ച് ഇന്ന ആളുടെ മകളെന്ന് അറിഞ്ഞുവോ അന്ന് മുതൽ പ്ലാനിട്ട് പരിചയപ്പെട്ട് പരിപാടിയൊരുക്കി അഭിനയിച്ചു. തയ്യാറാക്കി കൊണ്ടുവന്ന ഈ പ്രത്യുപകാര പദ്ധതി നടപ്പിലാക്കരുതെന്നാണോ അച്ഛൻ്റെ ഇപ്പോഴത്തെ ആവശ്യം? തെറ്റുകൾ ശിക്ഷിക്കപ്പെടാതെ പോകണമെന്നോ? മകൻ്റെ ശബ്ദപാരുഷ്യവും വാക്കുകളുടെ മൂർച്ചയും ശ്രദ്ധിച്ചു നിൽക്കവേ അയാൾ അമ്പരന്നു. പോയ കാലത്തിൻ്റെ ഓർമ്മകളിൽ സ്വന്തം മനസ്സ് നനഞ്ഞു കുതിരുകയായിരുന്നു. അന്ന് പണ്ടൊരിക്കൽ അയാൾ ഈ മകനേക്കാൾ പ്രായം കുറഞ്ഞ യുവാവായിരുന്ന കാലത്ത് സ്വന്തം ആഗ്രഹങ്ങളുടെ ആകാശസീമയിൽ തരളതര താരകത്താരുപോലെ വിടർന്ന സ്വപ്നം, അതിൻ്റെ മായിക സുഗന്ധം. ജീവിതം അന്ന് ഉത്സവമായിരുന്നു. പക്ഷേ എത്ര പെട്ടെന്നായിരുന്നു അന്ത്യം. ആത്മാഹൂതിയുടെ ആപ്തരേഖ വരെ എത്തിച്ച ആ പരമദയനീയ പരിസമാപ്തി. ഇല്ല, എന്നിട്ടും വെറുപ്പുണ്ടായിരുന്നില്ല, പരിഭവമുണ്ടായിരുന്നു, സങ്കടമുണ്ടായിരുന്നു. ഇന്നും അവയുടെ അവശിഷ്ട സ്മൃതികളുണ്ട്. എന്നാലും വെറുപ്പുണ്ടായിട്ടില്ല, ശത്രുതയോ പകയോ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവൻ എങ്ങനെ? സ്വാന്തനിപ്പിക്കുന്നത് പോലെ വളരെ പതുക്കെ നിർത്തി ചോദിച്ചു. നീ വലുതായല്ലോ, പഠിപ്പുള്ളവനായല്ലോ, ഇല്ലേ? എന്നാൽ എനിക്ക് പറഞ്ഞു തരൂ, സ്നേഹത്തിൽ നിന്ന് എങ്ങനെ വെറുപ്പും ശത്രുതയും പകയും ഉണ്ടാകും? അവനൊട്ടും ആലോചിക്കേണ്ടതുണ്ടായിരുന്നില്ല. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, എനിക്കറിയുകയുമില്ല. പ്രശാന്തതയോടെ നേരിടുവാൻ പ്രയാസമായിരുന്നു. എങ്കിലും അളമുട്ടിക്കുന്ന സൗമ്യതയോടെ പരാജയത്തിൻ്റെയോ പരിഭവത്തിൻ്റെയോ നിഴലാട്ടം പോലുമില്ലാത്ത വാക്കുകൾ വന്നു. അച്ഛൻ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിയുകയും ചെയ്യാം. സ്നേഹത്തിൽ നിന്ന് മറ്റൊന്നും ഉണ്ടാകുന്നില്ല. സ്നേഹത്തിൻ്റെ ഫലം സ്നേഹം മാത്രം. എന്നിട്ടും അളമുട്ടിയില്ല. ആദ്യത്തെ അതേ സ്വരിതത്തിൽ തന്നെ തടുത്തു. അച്ഛൻ അച്ഛൻ്റെ സെൻറ്റിമെൻറ്റ്സ് മാത്രം നോക്കുന്നു. സ്വന്തം മനസാക്ഷിക്ക് മുറിവേറ്റ മകന് വേറെ സെൻറ്റിമെൻറ്റ്സ് എന്താണുള്ളത്? അതെന്താ മനസ്സിലാക്കാത്തത്? അച്ഛനെ അപമാനിച്ചതിൻ്റെ, കഷ്ടപ്പെടുത്തിയതിൻ്റെ, ഇതാ ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇപ്പോൾ പോലും ബാക്കി കിടക്കുന്ന ഈ നൊമ്പരം ഉണ്ടാക്കിയതിൻ്റെ ഒരു മകന് അതിലൊന്നും ഒരു വികാരവും ഇല്ലെന്നാണോ അച്ഛൻ ചോദിക്കുന്നത്? സ്വാഭാവിക യുക്തി മാത്രം മതിയായിരുന്നു മറുപടിക്ക്. അത് അവളുടെ അമ്മയുടെ പ്രവൃത്തിയല്ല. അതിന് ഈ കുട്ടി എന്ത് പിഴച്ചു? പക്ഷേ മകന് അതിനും വാദമുണ്ടായിരുന്നു.
പണ്ട് അച്ഛന് കൊണ്ടപ്പോൾ പിൽക്കാലത്ത് പോലും മകൻ അറിഞ്ഞു. ഇന്ന് മകൾക്ക് കൊള്ളുമ്പോൾ അമ്മ ഇന്ന് തന്നെ അറിയണം. ചരിത്രത്തിൻ്റെ നീതിയും വിധിയും അതാണ്. രവി, സുപ്രിയ പാവമാണ്, നല്ല കുട്ടിയാണ്, നിന്നെ അത്രയേറെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ വീട്ടുകാർ പോലും അറിയാതെ ഇവിടം തേടിപ്പിടിച്ചെത്തി അപേക്ഷിക്കുമായിരുന്നു. വരണ്ടാന്ന് നീ പറഞ്ഞിട്ടും വന്നെത്തി കെഞ്ചുമോ? അവനൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അച്ഛൻ പറഞ്ഞതെല്ലാം ശരിയാണ്. വേറെയും പല മാനുഷിക ഗുണങ്ങളും അവൾക്കുണ്ട്. ഏത് യോഗ്യനും അഭിലഷണീയയായ സംസ്കാര സമ്പന്നയായ പെൺകുട്ടിയാണവൾ. പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ നന്മകളും മൂല്യങ്ങളും നേടിയവൾ. അടുത്ത് നിന്ന് തന്നെ ഞാനത് കണ്ടിട്ടുണ്ട്. അച്ഛൻ ആഹ്ലാദം കൊണ്ട് വീർപ്പും പൊട്ടി. പിന്നെന്താ നിനക്ക്? മകൻ അച്ഛൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. അതുകൊണ്ടൊക്കെ അവൾ അവളുടെ അമ്മയുടെ മകളല്ലാതായി തീരുമോ? ആ അമ്മയ്ക്ക് അച്ഛൻ എന്നേ മാപ്പ് കൊടുത്തു കഴിഞ്ഞു എന്ന് നീ ഓർക്കാത്തതെന്താ? സ്നേഹിച്ചവർക്കാണ് ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും മാപ്പ് കൊടുക്കുവാനുമൊക്കെ അവകാശം. നീ സ്നേഹിക്കാത്തവരെ നിനക്ക് ശിക്ഷിക്കുവാൻ അവകാശമില്ലല്ലോ. അപ്പോൾ പടിക്കൽ ഒരു കാറ് വന്നു നിന്ന ശബ്ദം കേട്ടു. അച്ഛൻ്റെയും മകൻ്റെയും ശ്രദ്ധ തിരിഞ്ഞു. ഞടുക്കത്തോടെ മകൻ കണ്ടു. അതവളായിരുന്നു, സുപ്രിയ. ഏത് സംഘർഷത്തിനുള്ളിലേക്കാണോ വന്ന് കയറിയിരിക്കുന്നതെന്നറിയാതെ അവൾ വിടർന്ന പുഞ്ചിരിയോടെ വന്നു. അച്ഛനും മകനും എഴുന്നേറ്റ് നിന്ന് നോക്കുകയായിരുന്നു. അവൾ വന്ന പാടെ അച്ഛൻ്റെ ഇരു ചുമലിലും പിടിച്ച് ചേർന്ന് നിന്ന് ഓരോ കവിളിലും ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഗ്രേറ്റ് ഡാഡി, സ്വീറ്റ് ഡാഡി. എന്നിട്ട് ചുമലിൽ നിന്ന് കൈകൾ എടുക്കാതെ തന്നെ അല്പം വേറിട്ട് നിന്ന് അയാളെ അടിമുടി നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞു, സ്വീറ്റ് ഡാഡി. ഇപ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് പോലെ തോന്നി. വാക്കുകൾക്ക് ഇടർച്ചയും. അങ്കിൾ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ മറക്കണം. എല്ലാം വെറുതെയായി. വെറുതെ എന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു. തെറ്റിപ്പോയി. മാപ്പ് തരണം. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ഇവിടെ വന്ന് ഉപദ്രവിക്കുകയുമില്ല. അച്ഛൻ്റെ ചുമലുകളിൽ നിന്ന് കൈയെടുത്ത് തിരിഞ്ഞു രവിയെ നോക്കി. കത്ത് കിട്ടി രവി, നന്ദി. അമ്മയെ കത്ത് കാണിച്ചു. അത് പ്രധാനമായും അമ്മയ്ക്കുള്ളത് തന്നെ ആയിരുന്നുവല്ലോ. അമ്മയോട് ഈ അച്ഛനെപ്പറ്റി പറയുകയും ചെയ്തു. രവി പറഞ്ഞതുകൊണ്ടല്ല, ശരിക്കും സ്വയം വിശ്വാസം വന്നതുകൊണ്ട്. യുവർ ഡാഡി ഈസ് റിയലി ഗ്രേറ്റ്. ആ അച്ഛന് ചേരുന്ന മകനാകാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. എന്തായാലും കുറേ നല്ല ദിവസങ്ങൾക്കും സ്നേഹമാണെന്ന് വിശ്വസിച്ച് സ്വീകരിച്ച വികാരങ്ങൾക്കും പ്രത്യേകം നന്ദിയുണ്ട്. അച്ഛൻ ടോക്കിയോയിലേക്കാണ് മാറ്റം. അതിനാൽ ഇനി വാഷിങ്ടണിൽ നിന്നും വന്ന് ഉപദ്രവമില്ല. എന്നല്ല, ഒരിടത്തും വന്ന് ഉപദ്രവിക്കയില്ലെന്നും ഉറപ്പു തരുന്നു. ഗുഡ് ബൈ, ഗുഡ് ലക്ക്. അവൾ വെട്ടിത്തിരിഞ്ഞ് അതിവേഗത്തിൽ നടക്കുകയായിരുന്നു. അതുവരെ പ്രതിമ പോലെ നിശ്ചലനായി നിന്ന അച്ഛൻ പൊടുന്നനെ മുന്നോട്ടാഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് നിർത്തി വിളിച്ചു, മോളെ. എന്നിട്ട് സംഭ്രമിച്ചു വിഷമിച്ചു നിന്ന മകനോട് പറഞ്ഞു, രവി, ഇവളോട് മാപ്പ് ചോദിക്കൂ. എന്നിട്ട് ഈ വലങ്കയിൽ പിടിച്ച് അച്ഛൻ്റെ മുന്നിൽ നിൽക്കൂ. കണ്ട് എനിക്കൊന്ന് നിറയട്ടെ. ആകാശത്തു നിന്ന് അനുഗ്രഹം ഒഴുകി വന്ന് നിങ്ങളെ തഴുകട്ടെ. രവി മുന്നോട്ട് വരാൻ തുടങ്ങിയപ്പോൾ സുപ്രിയ അച്ഛൻ്റെ കയ്യിൽ നിന്ന് സ്വന്തം കൈ വിടുവിപ്പിച്ചു. എന്നിട്ട് എവിടെ നിന്നറിയാത്ത ആത്മധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കരുത്തോടെ പറഞ്ഞു, വേണ്ട അങ്കിൾ, വേണ്ട. ഇങ്ങനൊരാളെ ഇനി ഒരിക്കലും എനിക്ക് സ്നേഹിക്കുവാനാവില്ല. 5 കൊല്ലത്തെ അഭിനയം, അനുരാഗം അത്രേ. ഇപ്പോൾ പറയുന്നു പകരത്തിന് പകരം നിന്ന്. പകയ്ക്കായി, പ്രതികാരത്തിനായി പഠിച്ച് അഭിനയിച്ചു സ്നേഹിക്കുന്ന ഒരാളെ ഇഷ്ടപ്പെടുവാൻ മാത്രം വലിയ ആളല്ല ഞാൻ. ക്ഷമിക്കണം. സ്ത്രീയാണെങ്കിലും ഞാനൊരു മനുഷ്യജീവി കൂടിയാണ്. നമസ്കാരം അങ്കിൾ. നമസ്കാരം രവി. തിരിഞ്ഞ് അമർത്താൻ ശ്രമിച്ചിട്ടും വിതുമ്പിപ്പൊട്ടിത്തെറിക്കുന്ന ഏങ്ങലുകൾ കേൾപ്പിച്ചുകൊണ്ട് നനഞ്ഞ നെടുവീർപ്പുകളുടെ നിലവുകൾ വഴിനീളെ വിതറിക്കൊണ്ടവൾ ഓടിപ്പോയി കാറിൽ കയറി വാതിലടച്ചു. എന്താണുണ്ടായതെന്ന ബോധം മനസ്സിൽ ഉറയ്ക്കുന്നതിന് മുമ്പ് തന്നെ കാർ ഇരമ്പി പാഞ്ഞു പോകുന്നത് അച്ഛൻ കണ്ടു. തിരിഞ്ഞ് അവനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്നറിയാതെ അച്ഛൻ പകച്ചു തരിച്ചു നിന്നു. നിസ്സഹായതയും നഷ്ടചിന്തയും കുറ്റബോധവും ഉള്ളിൽ കൂകിയാർത്തു. മകൻ്റെ മുഖത്തും അതൊക്കെ തന്നെ ആയിരുന്നുവല്ലോ. എല്ലാം എന്തിനായി? ആർക്കു വേണ്ടി? എനിക്കു വേണ്ടി? ഈ അച്ഛനു വേണ്ടി? സ്നേഹത്തിൻ്റെ പാപകർമ്മങ്ങൾ. പാവം മകൻ. അച്ഛൻ്റെ ചുറ്റും കലിക്കോലങ്ങളുടെയും കാളികൂളികളുടെയും ആസുര നൃത്തത്തിൻ്റെ ആരവങ്ങളായിരുന്നു. സ്വാന്തനം തേടി സ്വന്തം ആത്മാവിൻ്റെ ഇടനാഴിയിലേക്കിറങ്ങി ഒളിച്ചു നിൽക്കാൻ നോക്കി. ഒരു മൺചരാത്, ഒരു കൽവിളക്ക്, ഒരു തിരിനാളം. ഇല്ല, ഒന്നുമുണ്ടായില്ല. അവിടെ വല്ലാത്തൊരു കറുത്ത ഭീകര രൂപം മാത്രം. പേടിച്ചരണ്ടു നിന്നു പാപത്തിൻ്റെ ആൾരൂപം. ഞാൻ, അച്ഛൻ, ഒന്നും പറയാതെ, ഒന്നും പറയുവാനാകാതെ. ഇതോടെ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. നന്ദി, നമസ്കാരം.